കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ അരുൺ പി ജെ കൂടി അവിടെ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, കൊച്ചിയിൽ വലിയ ആവേശമാണ്. ഇതാ അമൽ സൂചിപ്പിച്ചതുപോലെ കരുത്തർ തമ്മിലുള്ള പോരാട്ടമാണെന്ന്. എങ്ങനെയാണ് അരുൺ, എവിടെയാണുള്ളത്? ഇപ്പം അവിടെയുള്ള ആരാധകരുടെയൊക്കെ വിജയ പ്രതീക്ഷ എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോടിന്റെ മനസ്സാണ് ഇതായി കാണുന്നത്. നമ്മുടെ ഇതായിട്ടുള്ള ആരാധകരെല്ലാം, ബ്രസീലിന്റെ ആരാധകരെല്ലാം എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം ഇവിടെ തിങ്ങിക്കൂടി ഇരിപ്പുണ്ട്. ബ്രസീലിന്റെ ആ ജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ജപ്പാനെതിരെയാണ്. ഏഷ്യയിലെ തന്നെ ഭീമന്മാരായ ജപ്പാനെതിരെയാണ്. എങ്ങനെയാണ് മത്സരം? അടിപൊളിയായിരിക്കും. 3-1 ജയിക്കും. 3-1 ബ്രസീൽ ജയിക്കും. എന്താ മത്സരം എങ്ങനെ വിലയിരുത്തുന്നു? ബ്രസീൽ ജയിക്കും. നല്ലൊരു ഫൈറ്റ് ആണ്. ജപ്പാനും മോശമൊന്നുമില്ല. ഏത് ടീമിന്റെ ആരാധകനാണ്? എൻ്റെ പേഴ്സണലി അർജന്റീന ഫാനാണ്. ബ്രസീൽ അർജന്റീനയൊക്കെ മാറി നിൽക്കുന്ന ആൾക്കാരുടെ എങ്ങനെ ഇന്നത്തെ മത്സരം എങ്ങനെ കാണുന്നു? ജപ്പാൻ ജയിക്കാൻ സാധ്യതയുണ്ട്. അതാണ് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ജപ്പാൻ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് എങ്ങനെ മത്സരം എങ്ങനെ വിലയിരുത്തുന്നു? മത്സരം എങ്ങനെ വിലയിരുത്തുന്നു? നല്ല കളിയായിരിക്കും. രണ്ട് ടീമും ശക്തരാണ്. ബ്രസീൽ ജയിക്കും 2-0. എത്ര ബ്രസീൽ എത്ര ഗോൾ? 1-0. ബ്രസീൽ 1 ജപ്പാൻ 0. അതാണ് പറയുന്നത്. കണ്ടോ, ഇവിടുത്തെ ആരാധകരെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് ബ്രസീലിന്റെ? ജയിക്കും. ബ്രസീൽ 2, ജപ്പാൻ 0. ഓക്കെ, അതെന്തായാലും അത്യന്തം ആവേശകരമായ മത്സരത്തിന് തന്നെയാണ് കോഴിക്കോട് കാത്തിരിക്കുന്നത്. നമുക്കറിയാം, കോട്ടൂളിയുടെ DYSI മേഖലാ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്ന പ്രദർശനം. ആ പ്രദർശനത്തിൽ എത്തിയിരിക്കുന്ന ആരാധകരാണ്, ബ്രസീലിന്റെ ആരാധകരാണ് കൂടുതൽ. ആ ഒരു ആവേശം എല്ലാവരുടെ വാക്കുകളിൽ കാണാൻ പറ്റും. ആ ഒരു കൃത്യമായ ഒരു നിലപാട്, ആ ബ്രസീലിന്റെ ആ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാടുമായി വന്നവരാണ് ഈ നിൽക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ. നൂറുകണക്കിന് ബ്രസീലിന്റെ ആൾക്കാരാണ്. എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. ഇന്നെങ്ങനെ ഈ മത്സരം ജപ്പാൻ എത്ര ഗോളടിക്കും? 0. ബ്രസീൽ എത്ര അടിക്കും? 2-0 ബ്രസീൽ ജയിക്കുന്നതാണ്. എങ്ങനെ വിലയിരുത്തും? എന്തായാലും ബ്രസീൽ ജയിക്കും. എന്തായാലും 2-0 ജയിക്കും. ഉറപ്പാണ്. കൃത്യമായ എങ്ങനെയാണ് 3-0 എന്തായാലും ഇന്ന് ബ്രസീൽ ജയിക്കും ഉറപ്പായിട്ടും. ബ്രസീലിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് പേരാണ് ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള. നൂറുകണക്കിന് ആൾക്കാർ അവിടെ ഉണ്ട്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ. ജപ്പാന്റെ ആ ഒരു വേഗതയെ നമ്മൾ കുറച്ച് കാണാൻ പറ്റില്ല. ബ്രസീലിന്റെ സാമ്പത്താളത്തിൽ ബ്രസീൽ ജയിക്കുമെന്നാണ് പറയുന്നത്. അരുൺ പി ജി ആണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് ആരാധകരൊക്കെയും ഉള്ളത്.